ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരം തന്നെയാണ്. അതായത് നമ്മുടെ കഞ്ഞി, സ്വന്തം കഞ്ഞി. പലരും വിളിക്കുന്ന പേരാണെന്ന് എനിക്കറിയാം. എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് കഞ്ഞി എന്ന്. പക്ഷെ എനിക്ക് അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ മക്കളെ. ഒരു ബുദ്ധിമുട്ടില്ല. കഞ്ഞി ബിക്കോസ് അത് അത്രയും എനിക്ക് ചെറുപ്പത്തിലേ തൊട്ട് ഇഷ്ടപ്പെട്ട ആഹാരമാണ്. ഞാൻ വൈകുന്നേരം കഞ്ഞിയാണ് എൻ്റെ വീട്ടിൽ സ്ഥിരം. ഇവിടെ വന്നിട്ടും സ്ഥിരം അല്ലെങ്കിൽ പോലും മിക്ക എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ കഞ്ഞിയാണ് കുടിക്കാറ്. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കി നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കഞ്ഞിയുടെ കറിയും ചമ്മന്തിയൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നു നമ്മുടെ പൊടി വെച്ച് ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടുണ്ടായിരുന്നില്ലേ? ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിൽ ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്ന് പൊടിക്ക് പകരമായിട്ട് ഉഴുന്ന് അരച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഡൗട്ട്. ഉഴുന്ന് അരച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈസി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഉഴുന്ന് പൊടി ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ആ ദോശ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൈസൂർ മസാല ദോശയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ അതിൽ 3/4 കപ്പ് അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉഴുന്ന് പൊടിയുടെ. അതിന് പകരമായിട്ട് 1/2 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് അരച്ചാൽ മതി. അപ്പോഴും നല്ല ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സംശയം തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും വയ്യാണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ ചമ്മന്തിയും പയറും മെഴുക്ക് പുരട്ടിയും ചുട്ട പപ്പടവും അതുപോലെ തന്നെ പൊടിയരിക്കഞ്ഞിയും തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? പൊടിയരിക്കഞ്ഞി, പിന്നെ വൻപയർ മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു ചമ്മന്തി, പിന്നെ പപ്പടം ചുട്ടത്. ഇത്രയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കഞ്ഞി ഉണ്ടാക്കണം അല്ലേ? കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ഗ്ലാസ് 240 ml ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് പൊടിയരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മട്ട പൊടിയരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണെങ്കിലും ഉപയോഗിക്കാം. അത് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 20 മിനിറ്റോളം, മിനിമം 20 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ പൊടിയരി 20 മിനിറ്റോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേവിക്കാനുള്ള സമയം ലാഭിക്കാം, അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്കാൻ പറ്റും. 20 മിനിറ്റ് മിനിമം. അതിന് കൂടുതൽ വേണമെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഞാൻ 20 മിനിറ്റ് കുതിർത്ത് നന്നായി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന പൊടിയരിയാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പൊടിയരി വേവിക്കാൻ വേണ്ടി കുക്കർ എടുക്കാം. അപ്പൊ ഞാനിവിടെ 5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം നല്ല വെള്ളമാണ്. അത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അത് അല്ലാതെ പൈപ്പിലത്തെ വെള്ളമല്ല എടുക്കുന്നത്. കാരണം കഞ്ഞിയാണ്. നമ്മൾ ഇനി ഊറ്റിയൊന്നും കളയില്ല. ചോറാണെങ്കിൽ നമ്മൾ പൈപ്പിലത്തെ വെള്ളം എടുക്കും. അതേസമയം കഞ്ഞി വെക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും നല്ല വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പൊടിയരി ഇട്ട് കൊടുക്കുക. പൊടിയരി അല്ലെങ്കിൽ സാധാരണ മട്ടരി ഇട്ട് കൊടുക്കുക. വെള്ളത്തിന്റെ അളവ് മാറ്റങ്ങൾ വരും. ഇപ്പൊ ഞാനിപ്പോ 3/4 ഗ്ലാസ്സിന് എപ്പോഴും ഇത്ര അളവ് വെള്ളമാണ് വെക്കാറ്. അപ്പൊ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആകെ ഇങ്ങനെ വറ്റിയ പോലെ ആയി പോകും. കഞ്ഞിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വെള്ളം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്താലും മതി കഞ്ഞിയിൽ. പക്ഷെ നമുക്കിനി മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം ഒരു വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ കുതിർത്ത കാരണം എന്തായാലും അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ബ്രാൻഡ് അനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. ഒരു വിസിൽ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട്, അതായത് കംപ്ലീറ്റ് പ്രഷറൊക്കെ മാറി ഓപ്പൺ ചെയ്തിട്ടും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം വേവിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഈ രീതിയിൽ എനിക്ക് കിട്ടുന്ന അരി എപ്പോഴും വേവാറുണ്ട് ഒരു വിസിൽ കൊണ്ട് തന്നെ. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും നമ്മൾ കഞ്ഞി വേവിക്കാൻ പാടില്ല. അപ്പൊ വിസിൽ വന്ന് വെള്ളം മുഴുവനും പുറത്തേക്ക് തൂറ്റിപ്പോവും. അതേസമയം അരി പെട്ടെന്ന് വേവൂല്ല. അതെപ്പോഴും ശ്രദ്ധിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇടേണ്ടത് കഞ്ഞിക്കാണെങ്കിലും ചോറിനാണെങ്കിലും കേട്ടോ. അപ്പൊ നമുക്ക് അടയ്ക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനിപ്പോൾ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാൻ പോകണം. ഈ അടുപ്പിൽ നമുക്ക് പയർ വെക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പയറും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനുള്ള പയറാണ്. അതായത് ഞാൻ വൻപയർ മെഴുക്ക് പുരട്ടിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കഞ്ഞിയുടെ കൂടെ. അപ്പോൾ ഇത് ഞാൻ 1 ഗ്ലാസ് അളവാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇതിപ്പോൾ വെള്ളത്തിൽ കുതിർത്തിട്ടില്ല. വെള്ളത്തിൽ കുതിർക്കാൻ മറന്നു എന്ന് വിചാരിക്കും നിങ്ങൾ പലരും മറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ അരി ഇപ്പോൾ 20 മിനിറ്റ് കുതിർക്കാൻ സമയമില്ല നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായി കഴുകി ഇതേപോലെ വെച്ചാൽ മതി. പക്ഷെ സമയം കുറച്ചും കൂടെ കുക്കിംഗ് ടൈം കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 20 മിനിറ്റോ 30 മിനിറ്റോ നമ്മൾ കുതിർത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അത്രയുള്ള ഡിഫറൻസ് കേട്ടോ. അപ്പോൾ പയർ സാധാരണ നമ്മൾ എപ്പോഴും വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ കുതിർക്കുകയാണ് പതിവ്. പക്ഷെ ചിലവർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കണം. പക്ഷെ കുതിർക്കാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ 1/2 ഭാഗത്തോളം വെള്ളം എടുക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് പയർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് വെള്ളത്തിൽ കുതിർക്കാൻ മറന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ.
എന്നിട്ട് നന്നായി തിളക്കട്ടെ. ഒരു 10 മിനിറ്റോളം തിളച്ചു വരുമ്പോഴേക്കിനും ഇത് നന്നായി അങ്ങ് വീർത്ത് വരും നമ്മുടെ പയർ. അതിനുശേഷം വെള്ളം കൂറ്റിക്കളഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ വേറെ വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായി തിളക്കട്ടെ, അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ട ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 15 മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പയർ. അപ്പോൾ കണ്ടില്ലേ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതിൽ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് മാറ്റി വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെള്ളം ഞാൻ ഊറ്റി കൊണ്ടുവരട്ടെ. അപ്പോൾ നിറയെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പയറിന്റെ ഒറിജിനൽ കളറാണ്, അത് കളർ ചേർത്തിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ വെള്ളം ഊറ്റി കളയാൻ പോവാണ്. അതിനുശേഷം ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട പോലെ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ പയർ ഇപ്പോൾ. ഓക്കെ, അതിലത്തെ വെള്ളം കംപ്ലീറ്റ് ഊറ്റി കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് ഇനി വേറൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കർ വെക്കാം. അതിലോട്ട് ഈ പയറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ച് നോക്കട്ടെ, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ പയർ ഇപ്പോൾ നന്നായി കുറച്ച് വെന്തിട്ടുള്ള കാരണം എനിക്ക് 1 ഗ്ലാസ് വെള്ളം മതിയാകും. അതേസമയം ഇപ്പോൾ നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ളൂ, ഇതേപോലെ തിളപ്പിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് മുതൽ 1.25 ഗ്ലാസ് വെള്ളമൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഉപ്പ് കൂടാൻ പാടില്ല, ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പയറിന്റെ ലെവലിനേക്കാളും വെള്ളം കുറച്ച് മുന്നോട്ട് നിൽക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നോൺ സ്റ്റിക്കിന്റെ കുക്കർ ആയതുകൊണ്ട് അടി പിടിക്കില്ല, എന്നാൽ പോലും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങൾ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇനി സംശയം പാടില്ല. ഓക്കെ, അപ്പൊ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 2 വിസിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതേസമയം ചില പയറിന് ഒരുപാട് നേരം വേവണം. അപ്പോൾ 6 മുതൽ വരെ വിസിലൊക്കെ വേണ്ടി വരും. അപ്പൊ പലരും പറയാറുണ്ട് നാട്ടിൽ കിട്ടുന്ന പയറിനൊക്കെ ഒരുപാട് കുക്കിംഗ് ടൈം വേണം എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന പയറനുസരിച്ച് ഇതിന്റെ വിസിലിന്റെ എണ്ണൊക്കെ തീരുമാനിക്കുക. ഓക്കെ, പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ വേവിക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ. അതേസമയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും വേവിക്കരുത്. അപ്പൊ പെട്ടെന്ന് തന്നെ വിസിൽ വരും, പക്ഷെ ഈ പയറൊന്നും വെന്തിട്ടുണ്ടാവില്ല. ആ ഒരു പോയിന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഒരടപ്പത്ത് കഞ്ഞി വേവാൻ വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പത്ത് പയർ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചമ്മന്തി ഉണ്ടാക്കലാണ്. ഓക്കെ, ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചമ്മന്തി നാളികേര ചമ്മന്തിയാണ്. അതായത് പുളിയൊന്നും ഇല്ലാത്ത എന്റെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ചമ്മന്തി. പക്ഷെ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ അല്പം പുളിയും കൂടെ ചേർക്കാം. അപ്പൊ പുളിയുള്ള ചമ്മന്തിയായി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മുളക് വറുത്തെടുക്കണം. അപ്പൊ മുളകിന്റെ എണ്ണം അരച്ചു വരുമ്പോഴേ അറിയാൻ പറ്റില്ല കറക്റ്റ് ആയിട്ട്. എന്നാലും ഞാനൊരു 6 മുളക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാൻ പോവാണ്. അതിനുശേഷം ആവശ്യമുള്ള മുളക് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് മുളകൊന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈങ് പാൻ അല്ലാണ്ട് വെറുതെ തീയിൽ കാട്ടിയിട്ട് നമുക്കിത് ചുട്ടെടുത്താലും മതി കേട്ടോ. മുളക് നമ്മുടെ നാട്ടിലൊക്കെ കനലിലാണ് നമ്മൾ മുളകൊക്കെ ചമ്മന്തിക്ക് ചുട്ടെടുക്കുക. പക്ഷെ ഇവിടെ അതിനുള്ള നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ വെച്ച് ചുട്ടെടുക്കുന്നത്. അപ്പോൾ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയി കിട്ടും. ഇത് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മാങ്ങ ചമ്മന്തി ചെയ്യാം. മാങ്ങ ചമ്മന്തി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നോക്കുക. പക്ഷെ എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ മാങ്ങ അവൈലബിൾ ആയിരിക്കില്ല. മാങ്ങയുടെ സീസണിൽ മാത്രമേ നമുക്ക് മാങ്ങ കിട്ടുള്ളൂ. അതുപോലെ തന്നെ പൊതിച്ചോറിന്റെ വീഡിയോയിൽ ഞാൻ പുളിച്ചമ്മന്തി ഇട്ടിട്ട് ഇതേപോലെ തന്നെ പുളിയും കൂടെ ചേർത്തുള്ള ചമ്മന്തിയുടെ വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ അത് നോക്കുക. അതിന്റെ രണ്ടിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതാണെങ്കിൽ എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. അത് നമ്മുടെ അമ്മിയിലൊക്കെ അരയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തിക്ക്. പിന്നെ ആ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിയാണ്. അത് മാത്രം കൂട്ടി ചോറുണ്ടാവും. പക്ഷെ എൻ്റെ മാമനൊക്കെ വരുമ്പോൾ പറയും പുളി വേണമെന്ന് പറയും ചമ്മന്തിയിൽ. അപ്പോൾ മാമന് അമ്മ അതിൽ കുറച്ച് പുളി ഇട്ട് കൊടുക്കും. നമ്മുടെ മുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല 2 സൈഡിലും ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. ഞാൻ അതിലോട്ട് 2 ചെറിയുള്ളി അരിഞ്ഞിടാം. 2 മതിയിട്ട്. ഒരുപാട് ചെറിയുള്ളി ആയി കഴിഞ്ഞാലും ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 2 ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അടുപ്പിലൊക്കെ ചുട്ടെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്, പക്ഷേ നിവൃത്തില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് 2 സൈഡ് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആവുന്നവരെ അങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചിലവർ ഇതിൽ ഇഞ്ചി ഇടും, പക്ഷെ എൻ്റെ അമ്മയൊന്നും ഇഞ്ചി ഇടാറില്ല. അതുകൊണ്ട് ഞാനും ഇഞ്ചി ഇടുന്നില്ല. അപ്പോൾ താല്പര്യമാണെങ്കിൽ ഇഞ്ചി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളി നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. അത് നമുക്ക് അടുപ്പത്തിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ നാളികേര ചമ്മന്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് നാളികേരമാണ്. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് 1-1.5 മിനിറ്റ് ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തു. തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. സാധാരണ രീതിയിലുള്ള തണുപ്പാണ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് നാളികേര ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഉള്ളിയില്ലേ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നാളികേരട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ആദ്യം 4 വറ്റൽമുളകിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, ക്രഷ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം.
ക്രഷ് ചെയ്തിട്ടുണ്ട്. ക്രഷ് ചെയ്തിരിക്കുന്ന മുളകിലോട്ടും ഉള്ളിലോട്ടും എടുത്തു വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് നാളികേരം ചേർത്ത് കൊടുക്കാം. നമ്മൾ അമ്മിയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് ആണ്. അമ്മിയിൽ നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പൊ മിക്സിയിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യൂ ഒട്ടും വെള്ളം ഇല്ലാണ്ട് അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇത് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഓവറായിട്ട് അങ്ങ് അറിയാൻ പാടില്ല, അതായത് ഫൈൻ ആയിട്ട് അറിയാൻ പാടില്ല. ചമ്മന്തി എന്ന് പറയുമ്പോൾ ഒന്ന് കിടക്കണം, ഒന്ന് തരിയൊക്കെ ഉണ്ടാവണം. അപ്പൊ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇതിന് എരിവ് നോക്കിയപ്പോൾ എരിവ് പോരാ കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന 2 വറ്റൽമുളകും കൂടി ഇടാൻ പോവാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ, നിവൃത്തിയില്ലെങ്കിൽ. പക്ഷെ വറ്റൽമുളക് ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ഒത്തന്റിക് ടേസ്റ്റ് കിട്ടുക. അപ്പൊ അല്പം കൂടെ ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒട്ടും നിങ്ങൾക്ക് ഇത് അരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ച് കൊടുത്തങ്ങ് മിക്സ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും വെള്ളം ഒഴിക്കുന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് അരച്ചിട്ട് വരട്ടെ. ഞാൻ ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയി. 6 വറ്റൽമുളക് ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും എരിവും നാട്ടിലെ ആ ചമ്മന്തിയുടെ നല്ല മണം ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിലൊട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇതുപോലത്തെ ചെറിയ ജാറുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് അങ്ങ് വിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പോഴാണ് ചമ്മന്തി ആവും. അല്ലാതെ മറ്റേന്ന് വെച്ചാൽ ചട്നിയാണ്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരച്ച് കഴിഞ്ഞാൽ ശരിക്കും ചട്നി പരിവാവും. അത് പാടില്ല. ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇതുപോലെ അങ്ങ് വേറിട്ട് കിടക്കണം കേട്ടോ. ഇതാണ് നമ്മളെ ഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചമ്മന്തി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം പുളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പുളി ചേർത്തിട്ടുള്ള ചമ്മന്തി റെഡി ആയി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മാറ്റി അടച്ചു വെക്കാം. ഒരു വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. കഞ്ഞി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ഇരുന്ന് അതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിനു ശേഷം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പപ്പടം കാച്ചലാണ്. പപ്പടം കാച്ചല്ല ഞാനിവിടെ ചെയ്യുന്നത്, പപ്പടം ചുട്ടെടുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് പപ്പടം കാച്ചാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ പപ്പടം കാച്ചാം. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഇതുപോലെ പെട്ടെന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പപ്പടം കാച്ചാൻ നിൽക്കില്ല, വെറുതെ പപ്പടം ചുട്ടെടുക്കുക ചെയ്യാം. പപ്പടം ചുട്ടെടുക്കാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യുക, കനലിലാണല്ലേ പപ്പടം ചുട്ടെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റവിൽ ജസ്റ്റ് ആ ഫ്ലെയിമിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും പപ്പടം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് ഓവനിലാണ് പപ്പടം ഒന്ന് ചുട്ടെടുക്കാൻ പോകുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓവനില്ലാത്തവർ ഞാൻ പറഞ്ഞ പോലെ ഗ്യാസിന്റെ സ്റ്റവിൽ തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ അടുപ്പിൽ ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഓവൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് പപ്പടം ചുടുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം ചുടാൻ വേണ്ടിയിട്ട് ഓവൻ തുറക്കുക. ഓവനിലെ ഈ ഗ്ലാസിന്റെ ടേബിളില്ലേ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചു വെക്കുക കേട്ടോ. ഞാൻ അതിന്റെ മുകളിൽ തന്നെയാണ് വെക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലോട്ട് ഇട്ട് വെച്ചാലും മതി. ഞാനിവിടെ പപ്പടം ഇതുപോലെ ഇങ്ങനെ ആ പ്ലേറ്റിൽ ഓവന്റെ പ്ലേറ്റിൽ അങ്ങ് ജസ്റ്റ് ഒന്ന് നിരത്തി വെക്കാൻ പോവാണ്. 4 പപ്പടം അറ്റ് എ ടൈം, ഒരു 4-5 പപ്പടം അറ്റ് എ ടൈം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പൊ അത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അടച്ചു കൊടുക്കാം. ഓക്കെ, അടച്ചിട്ട് മൈക്രോ പവറിൽ, സാധാരണ നമ്മൾ ചൂടാക്കാൻ ഉപയോഗിക്കില്ലേ എന്തെങ്കിലും കറികളൊക്കെ നമ്മൾ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന എന്തിലാ, മൈക്രോ പവറിലാണ് അല്ലേ. മൈക്രോവേവിന്റെ മൈക്രോ പവറിൽ നമുക്ക് 1 മിനിറ്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പാനസോണിക്കിന്റെ ഓവനാണ്. അപ്പൊ അതിൽ 1 മിനിറ്റ് മൈക്രോ പവർ, ജസ്റ്റ് 1 മിനിറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് കറങ്ങി 1 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് അങ്ങ് ചുട്ട് കിട്ടും. നമ്മളിപ്പോൾ ശരിക്കും ചുട്ട പപ്പടത്തിന്റെ ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടും. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും അടുപ്പിൽ ചുട്ടെടുത്താൽ മതി. പക്ഷെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഓവനിൽ വെച്ച് ഇതേപോലെ ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് പപ്പടം ചുട്ടെടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചു. എത്ര പേർക്ക് ഉപകാരപ്പെടുന്നു എനിക്കറിയില്ല. ചിലവരിപ്പോൾ കളിയാക്കും, ചിലവർ ദേഷ്യപ്പെടും. അതൊന്നും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്ന് മാത്രം. പണ്ട് ഓവനിൽ പഴം പുഴുങ്ങുന്നതിനെ കുറിച്ച് ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പികളൊന്നാണത്. കാരണം കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുമോ, അല്ലെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പപ്പടം പുറത്തെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. കണ്ടാ, പപ്പടം പുറത്തെടുത്ത് ഞാൻ ശരിക്കും കാണിച്ചു തരാം. പയറിന് വിസിൽ വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണേ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതാണ് നമ്മുടെ പപ്പടം ചുട്ടെടുത്തെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് 1 മിനിറ്റ് വെച്ചിട്ട് പപ്പടം ചുട്ടത് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ 10-20 സെക്കൻഡും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പക്ഷെ ഇങ്ങനെയാണ് ഇഷ്ടം. ചിലർക്ക് കുറച്ചും കൂടെ ഒന്ന് കരിയണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു 10-20 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ കരിഞ്ഞ പോലുള്ള ഒരു അടയാളൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഓവനിൽ ഇങ്ങനെയാണ് നമ്മൾ പപ്പടം ചുട്ടെടുക്കുന്നത് കേട്ടോ. 2 വിസിൽ വന്നിട്ട് ഞാൻ പയർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെടുത്ത് നോക്കുക, വെന്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. നന്നായി അങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട് പയർ. നമുക്ക് ഇനി ഇതിനെ കാച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതിലോട്ട്. അപ്പോൾ 15 ചെറിയുള്ളി വേണമെന്നൊന്നുമില്ല കേട്ടോ, 10 ആയാലും മതി. പക്ഷെ ഞാൻ ചെറിയുള്ളി എപ്പോഴും കൂടുതൽ എടുക്കും.
ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചതയ്ക്കുന്നതിൽ ചതച്ചെടുത്താലും മതി, അതല്ലെങ്കിൽ ജസ്റ്റ് അരിഞ്ഞിട്ടാലും മതിയാവും. ചെറുള്ളിയാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ്. പലരും ഇതിലേക്ക് വെളുത്തുള്ളി ഇടാറുണ്ട്. അതായത് ഈ പയറുവർഗ്ഗങ്ങൾ ഗ്യാസാന്ന് പറയുന്ന കാരണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 വെളുത്തുള്ളി ചതച്ചിടാവുന്നതേ ഉള്ളൂ. ഞാൻ പക്ഷെ ഇതിലേക്ക് ഇട്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ചതച്ച മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഓൾറെഡി ചതച്ച മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ആവട്ടെ. ഈ സമയത്ത് നമ്മൾ വേവിച്ച പയറിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഒരു ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പൊ നമുക്ക് ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി അങ്ങ് വഴണ്ട് വരട്ടെ കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളക് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എരിവനുസരിച്ച് അതിൻ്റെ അളവിൽ മാറ്റം വരും. ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഈ മുളകിൻ്റെ പച്ചരസം മാറുന്നവരെ വഴറ്റി കൊടുക്കും. ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് തീ ഇട്ടേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നല്ല എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ ആദ്യമായിട്ട് ഒരാൾ ഇപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയില്ലല്ലോ. എന്തായാലും എല്ലാ വീഡിയോയിലും പറഞ്ഞേ പറ്റൂ. അപ്പോൾ കേട്ടും അടുത്തവർ എന്നോട് ക്ഷമിക്കുക. ആയിട്ടുള്ള മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മൺപയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് എരിവ് വേണം, കാരണം എരിവില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കഞ്ഞിയുടെ കൂടെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും 5 മിനിറ്റോളം കിടന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആവണം. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആണ് കേട്ടോ. കാരണം ഒട്ടും അധികം വെള്ളമൊന്നുമില്ല. അത് തന്നെ ഓവറായിട്ട് അങ്ങ് എന്താ പറയാ വറ്റിപ്പോവാനും പാടില്ല. ചെറുതായിട്ടൊരു നനവ് വേണം നമ്മുടെ കറിക്ക്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാറും. ഒരുപാട് അങ്ങ് വറ്റിപ്പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ വെള്ളം കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ എനിക്കിപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം തോന്നുന്നില്ല. കാരണം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുമുണ്ട് നമ്മുടെ പയർ. ഇങ്ങനത്തെ പയർ മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ സ്കൂളിലേക്കൊക്കെ ചോറ് പാത്രത്തിന്റെ കൂടെ. ഞാൻ കടല കുത്തി കാച്ചത് പറഞ്ഞില്ലേ, ചോറ്റുപാത്രത്തിൽ വെക്കുന്ന പയർ മെഴുക്ക് പുരട്ടി. അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടി വേറൊരു ടേസ്റ്റ്. പക്ഷെ വൻപയർ മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഫൈനലായിട്ട് ഇതിന്റെ ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റ് ആണോ, എരിവ് കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ നമുക്ക്. എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. കയ്യിലിൻ്റെ ബാക്ക് സൈഡോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം ഉടയ്ക്കാൻ പാടില്ല, ജസ്റ്റ് എല്ലാം കൂടി യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആസ് യൂഷ്വൽ ചെയ്യാറുള്ള പോലെ തന്നെ ഇതിലോട്ട് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇതിലോട്ട് അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ശേഷം നമുക്കിങ്ങ് സെർവ് ചെയ്യാം കഞ്ഞീര് കൂടെ. അപ്പൊ നമ്മുടെ പയറ് റെഡി ആയിട്ടുണ്ട്. കഞ്ഞിതാ ഞാൻ തുറന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഇതിലത്തെ പ്രഷറൊക്കെ പോയതിനു ശേഷം തുറന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത്ര ലൂസ് ആയിട്ടിരിക്കുന്ന കഞ്ഞിയാണ് ഇഷ്ടം. അതേസമയം നിങ്ങൾക്ക് കഞ്ഞിയിൽ ഇത്ര വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് 6 ഗ്ലാസോ 5 ഗ്ലാസോ വെള്ളം ഒഴിച്ചാൽ മതി. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ പൊടിയരി കഞ്ഞി ഇടുമ്പോൾ ഇതുപോലെ ആയിരിക്കും. അതേസമയം നിങ്ങൾ മട്ടരി വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഉണ്ടാവും. ഇപ്പൊ 3/4 ഗ്ലാസ് എന്ന് പറയുമ്പോഴും കഞ്ഞിയുടെ അളവ് ഇതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ 3/4 ഗ്ലാസ് അളവാണ് ഞങ്ങൾക്ക് 4 പേർക്ക് വേണ്ടി വരുന്ന കഞ്ഞിയുടെ അളവ്. അതേസമയം ഞാനിപ്പോ രാവിലെ എന്റെ ചെറിയ മോന് കഞ്ഞിയാണ് സ്കൂളിൽ പോണകൾ മുമ്പായിട്ട് കൊടുക്കുന്നത്. അവന് മാത്രമേ ഞാൻ കഞ്ഞി വെക്കാറുള്ളൂ. അപ്പൊ ഇതുപോലത്തെ തവിയിൽ ഒരു തവിയാണ് അരി ഇടുന്നത്. അതായത് പൊടിയരി 1 തവിയാണ് എന്റെ കണക്ക്. അവ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും, സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. എന്നിട്ട് രാവിലെ കഴുകി നന്നായിട്ട് കഴുകിയതിനു ശേഷം ചെറിയ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. ഒരാൾക്കുള്ള അളവിൽ കഞ്ഞി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരാൾക്ക് ഇത്ര മതിയോ അതേ കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സിന്റെ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കുന്ന അരിയുടെ അളവ് തീരുമാനിക്കാൻ. അപ്പൊ നമ്മൾ ഈ സമയം കൊണ്ട് കഞ്ഞി റെഡി ആയിട്ടുണ്ട്, പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി ആൻഡ് ചുട്ടപ്പപ്പടം റെഡി ആയിട്ടുണ്ട്. എത്ര ഉള്ള പരിപാടി. ഇതാണ് സാറ്റർഡേ ഞങ്ങളുടെ ഡിന്നർ. ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് കഞ്ഞിയുടെയും ഇതിന്റെയൊക്കെ റെസിപ്പി. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. മാത്രമല്ല ഇപ്പോൾ പനീരുടെ ഒക്കെ സീസൺ ആണ്. അപ്പോൾ പനീരുടെ ഒക്കെ സീസൺ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പപ്പടവും അതുപോലെ തന്നെ ഒട്ടും എണ്ണയില്ലാത്ത ചമ്മന്തിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാടിന്റെ മണമുള്ള നമ്മുടെ നാടിന്റെ രുചിയുള്ള നമ്മുടെ സ്വന്തം കഞ്ഞിയും ചുട്ടപ്പപ്പടവും ചമ്മന്തിയും മെഴുക്ക് വരട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ കഞ്ഞി കുടിക്കാൻ റെഡി ആയിട്ട് ഞാൻ പ്ലേറ്റിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു 5-6 മണിയാകുമ്പോൾ ഡിന്നർ കഴിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കഞ്ഞിയിലേക്ക്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടുക. ചിലർ ഉപ്പിടില്ല കഞ്ഞിയിൽ. ഇപ്പൊ ഞാനാണെങ്കിൽ ഉപ്പിടാണ്ടാണ് കഞ്ഞി കുടിക്കുക. പക്ഷെ എനിക്ക് ഉപ്പിട്ട് കഴിഞ്ഞാലേ കഞ്ഞി കുടിക്കാൻ തോന്നുള്ളൂ. അപ്പൊ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി അതുപോലെ തന്നെ പപ്പടം ഒന്ന് പൊട്ടിച്ചിടുക, നമ്മുടെ ചുട്ട പപ്പടം അല്ലെങ്കിൽ നിങ്ങളുടെ വറുത്ത പപ്പടം, പിന്നെ പയറും കൂടി ഇങ്ങനത്തെ ഒരു പിടി പിടിക്കാൻ പോവാണ് ഞാൻ. ഒരു വായ ഞാൻ കഴിക്കട്ടെ കേട്ടാ. ഇതുള്ളപ്പോൾ നമുക്ക് വേറെ എന്താ വേണ്ടത് അല്ലേ, ഒരു സംഭവം വേണ്ട. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പട്ടിക്കുട്ടികളുടെ ഡ്രസ് വാങ്ങിച്ചിട്ടായിരുന്നു അവിടെ
പാത്രങ്ങളൊക്കെ നമുക്ക്